എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 8 ഇന്ന് ആരംഭിക്കണം. ഈ 8ാമത്തെ അധ്യായത്തില് 24 ഗുരുക്കളെ പറ്റിയിട്ടാണല്ലോ പറയണത് ദത്താത്രേയ മഹർഷി. ഈ അധ്യായത്തില് പെരുമ്പാമ്പ്, സമുദ്രം, പാറ്റ, വണ്ട്, ആന, തേനെടുക്കുന്നവൻ, മാൻ, മത്സ്യം, പിങ്കള എന്നിങ്ങനെയുള്ള 9 ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചതിനെ ദത്താത്രേയ മഹർഷി യദുവിന് ഉപദേശിച്ചു. ഉദരപൂരണത്തിനായി മനുഷ്യൻ അത്യധ്വാനം ചെയ്യേണ്ടതില്ലെന്നും ഈശ്വരേച്ഛയാ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണമെന്നും പെരുമ്പാമ്പിൽ നിന്നും പഠിച്ചു. ധനാദികൾ ഉണ്ടാവുമ്പോൾ അഹങ്കരിച്ച് വലുതാവുകയോ നശിക്കുമ്പോൾ ദുഃഖിച്ച് ചെറുതാവുകയോ ചെയ്യരുതെന്ന് സമുദ്രം പഠിപ്പിച്ചു. തീ കണ്ടാൽ തിന്നാൻ നല്ലതാണ് എന്ന് വിചാരിച്ച് ഇയാമ്പാറ്റകള് തീയിൽ വീണ് നശിക്കുന്നത് പോലെ കാമിനീ കാഞ്ചനാദികൾ അനുഭവയോഗ്യമെന്ന് വിചാരിച്ച് അതിനോട് ബന്ധപ്പെട്ടാൽ നാശമായിരിക്കും ഫലം എന്ന് ഇയാമ്പാറ്റകളെ പഠിപ്പിച്ചു. വണ്ടുകള് പുഷ്പങ്ങളിൽ നിന്ന് തേനിനെ മാത്രം സ്വീകരിക്കുന്നത് പോലെ അനേക ശാസ്ത്രങ്ങളുള്ളതിൽ നിന്നും ആത്മജ്ഞാനത്തെ മാത്രം സ്വീകരിക്കണമെന്ന് വണ്ടുകൾ പഠിപ്പിച്ചു. പിടിയാനയുടെ സ്പർശനത്തിൽ മോഹിച്ച് കൊമ്പനാനകള് വഴി ശ്രദ്ധിക്കാതെ ചതിക്കുഴിയിൽ വീണ് ബന്ധനത്തിൽ പെടുന്നു. ഇതുപോലെ സ്ത്രീ സുഖത്തെ മോഹിച്ച് അവരുടെ പിന്നാലെ പോയാൽ നാശത്തെയോ ബന്ധത്തെയോ പ്രാപിച്ച് നശിക്കുമെന്ന് ആന പഠിപ്പിച്ചു. തേനീച്ചകള് അനേകം പുഷ്പങ്ങളിൽ നിന്ന് വിഷമിച്ച് കുറച്ചെങ്കിലും ഒട്ടും അനുഭവിക്കാതെ അല്പമെങ്കിലും അനുഭവിക്കാതെ സമ്പാദിച്ചു കൂട്ടുന്ന തേനിനെ മുഴുവൻ തേനെടുക്കുന്നവൻ ഈച്ചകളെയും കൂടിനെയും കൂടി നശിപ്പിച്ച് കൊണ്ടുപോകുന്നു. ഇതുപോലെ ധനാദികളെ അധികം സമ്പാദിച്ചു കൂട്ടിയാൽ അന്യന്മാര് തട്ടിക്കൊണ്ടുപോകുന്നത് കൊണ്ട് ആവശ്യത്തിന് മാത്രമേ സമ്പാദിച്ചു വെക്കാവൂ എന്ന് തേനീച്ചയിൽ നിന്നും പഠിച്ചു. പാട്ട് കേട്ട് മോഹിച്ചു നിൽക്കുന്ന മാനുകളെ വേടൻ അമ്പെയ്തു കൊല്ലുന്നു. ഇതുപോലെ ഗ്രാമ്യ ഗീതങ്ങളിൽ, അതായത് സ്ത്രീകളുടെയും സ്ത്രൈണന്മാരുടെയും ലൗകിക വർത്തമാനങ്ങളിൽ ആസക്തി വെച്ചാൽ നാശമാണ് ഫലമെന്ന് മാൻ പഠിപ്പിച്ചു. തീറ്റയിലുള്ള മോഹം കാരണം മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങി നശിക്കുന്നത് പോലെ രസനേന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഭക്ഷണത്തിൽ അത്യാർത്തി കാണിച്ചാൽ നാശമാണ് ഫലം എന്ന് മത്സ്യം പഠിപ്പിച്ചു. അപ്പൊ ശബ്ദസുഖത്തെ മോഹിച്ച് മാനും, സ്പർശന സുഖത്തെ മോഹിച്ച് ആനയും, രൂപസുഖത്തെ മോഹിച്ച് പാറ്റയും, രസഗുണത്തെ മോഹിച്ച് മത്സ്യവും, ഗന്ധസുഖത്തെ മോഹിച്ച് വണ്ടും നാശത്തെ പ്രാപിക്കുന്നു എന്നിരിക്കെ ഈ 5 സുഖങ്ങളെയും ഒന്നിച്ച് എല്ലായ്പ്പോഴും മോഹിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ നശിക്കാതിരിക്കുന്നതാണ് അത്ഭുതം. ആശ ദുഃഖത്തിന് കാരണമാണെന്നും നിരാശയാണ് സുഖമെന്നും വിദേഹരാജ്യത്തിലെ വേശ്യാസ്ത്രീയായിരുന്ന പിങ്കള പഠിപ്പിച്ചു. പിങ്കള എന്നു പേരായ ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു. സൗന്ദര്യം കൊണ്ടും ധനം കൊണ്ടും അവൾ ദേവസ്ത്രീകളെ കൂടി തോൽപ്പിച്ചു. അത്ര സുന്ദരിയായിരുന്നു പിങ്കള. വേശ്യാവൃത്തിയിലെ സകല പുരുഷന്മാരെയും അവള് വശത്താക്കി. കാമസുഖത്തിലും ധനത്തിലും അവൾക്ക് മോഹം കൂടി കൂടി വന്നു. ഒരു ദിവസം തന്റെ അടുത്തേക്ക് ധനവുമായി വരുന്ന പുരുഷനെ കാത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു പിങ്കള. നേരം രാത്രിയായി. ചിലരൊക്കെ വന്നു എങ്കിലും ഇതിലും അധികം ധനം തരുന്ന കോടീശ്വരന്മാര് വേറെ വരും എന്ന് വിചാരിച്ച് ആ വന്നവരെയൊക്കെ മടക്കി അയച്ചു. പിന്നെ ആരും വന്നില്ല. സമയം അർദ്ധരാത്രിയായി. മഹാലക്ഷ്മിക്ക് ജന്മം കൊടുക്കത്തക്ക വിധം പരിശുദ്ധിയുള്ള ആ വിദേഹ രാജ്യത്തിൽ ജന്മം ലഭിച്ച ആ വേശ്യാസ്ത്രീയുടെ ബുദ്ധിക്ക് പെട്ടെന്ന് ഒരു മാറ്റം സംഭവിച്ചു. അവള് ഇങ്ങനെ ചിന്തിച്ചു, ഈ അർദ്ധരാത്രിയിൽ ദുഃഖിതന്മാരായവര് കൂടി സുഖമായിട്ട് ഉറങ്ങുന്നു. സകലവിധ സുഖ സാമഗ്രികളും തികഞ്ഞവളായ എനിക്ക് മാത്രം ഉറക്കം വരുന്നില്ല. കാരണം ധനത്തെ തരുന്ന കാമാർത്തന്മാരായ പുരുഷന്മാരിലുള്ളതായ ആശയാണ് മൃത്യുവക്രത്തിൽ കിടന്നു പിടയുന്ന മനുഷ്യനെ ധനമോ കാമഭോഗങ്ങളോ സുഖിപ്പിക്കുന്നില്ല. ധനത്തെ തരുന്ന പുരുഷന്മാരുടെ കഥ അതിലും ശോചനീയമാണ്. മൂത്രപുരീഷങ്ങളാക്കി വെച്ച പാത്രവും ദുർഗന്ധപൂർണവുമായ മനുഷ്യദേഹത്തിൽ രമിക്കുന്നവർ മലത്തിൽ കൃമികളെക്കാൾ ശോച്യന്മാരാണ്. സച്ചിദാനന്ദ സ്വരൂപിയായ പരമാത്മാവ് എന്റെ ഉള്ളിൽ കുടികൊള്ളുന്നു. ആ പരമാത്മാവിനെ വിട്ട് മായികങ്ങളായ വിഷയസുഖങ്ങളെ മോഹിക്കുന്നത് മൂഢത്വമാണ്. ഇന്നു മുതൽ ഞാൻ ആ പരമാത്മാവിനെ മാത്രമേ മോഹിക്കുള്ളൂ. അദ്ദേഹത്തോടു കൂടി ഞാൻ രമിക്കാൻ പോകുന്നു. ഇങ്ങനെ ചിന്തിച്ച് പിങ്കള പടിവാതിൽ കൊട്ടിയടച്ച് മെത്തയിൽ കിടന്ന്
സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി. അതുകൊണ്ട് ആശ ദുഃഖവും നിരാശ പരമാനന്ദവുമാണ്. സജ്ജന ശിരോമണിയായ ദത്താത്രേയ മഹർഷിയുടെ സാന്നിധ്യമാണ് പിങ്കളയ്ക്ക് വൈരാഗ്യ കാരണമെന്ന് ഭക്തശിരോമണി വാഴകുന്നം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അഥ ശ്രീമൽ ഭാഗവത ഏകാദശ സ്കന്ധ അഷ്ടമോധ്യായ. ക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീബ്രാഹ്മണ ഉവാച. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവ ച ദേഹിനാം യത് യഥാ ദുഃഖം തസ്മാത് നേച്ഛേത തദ്ബുധ. എട്ടാമത്തെ അധ്യായത്തില് അജഗരം മുതൽ 9 ഗുരുക്കന്മാരിൽ നിന്ന് അഭ്യസിച്ച സംഗതികള് അവധൂത ബ്രാഹ്മണൻ യദുവിനോട് ഉപദേശിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവർക്ക് ഉപദേശിക്കുകയാണ്. ബ്രാഹ്മണൻ പറയാണ്, ഹേ രാജാവേ, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോഴുള്ള സുഖം സ്വർഗത്തിലും ഉണ്ട്, നരകത്തിലും ഉണ്ട്. നരകത്തിന് തുല്യമായി നികൃഷ്ടമായ സൂകരാദിയോനികളിൽ ജനിച്ചവർക്കും പുത്രകളത്ര സംബന്ധമായ സുഖമുണ്ട്. അമേധ്യം മുതലായ മലിന സാധനങ്ങൾ ഭക്ഷിക്കുമ്പോൾ അവയ്ക്ക് സുഖമില്ലെങ്കിൽ ഭക്ഷിക്കാൻ തോന്നില്ലല്ലോ. സ്വർഗവാസികൾക്കും യുദ്ധം മുതലായവ നിമിത്തം ദുഃഖങ്ങളുണ്ട്. ദുഃഖം ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നവര് ആരുമില്ലെങ്കിലും ദുഃഖം എല്ലാവർക്കും നേരിടാറുണ്ട്. അപ്പോ അദൃഷ്ടവശാൽ വരാവുന്ന സുഖദുഃഖങ്ങളെ തടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. അതിനാൽ കർമാനുസരണം വരുന്ന ഫലം അനുഭവിക്കുക എന്നല്ലാതെ ഇന്ദ്രിയജന്യ സുഖത്തിനായിട്ട് വളരെ ശ്രമിച്ച് ആയുസ് നശിപ്പിക്കുന്നത് അറിവുള്ളവർക്ക് ഉചിതമായ വ്യാപാരമല്ല. ഗ്രാസം സമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ യദൃച്ഛയൈവാപതിതം ഗ്രസേത് ആജഗരോ ക്രിയ. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ അധ്വാനിക്കരുത്. വിഷയസുഖം പ്രാരബ്ധാനുസരണ ഏതു ദിക്കിലും സിദ്ധിക്കും എന്ന് മുമ്പ് പറഞ്ഞു. എന്നാൽ ശരീരം നിലനിൽക്കാൻ ഭക്ഷണാദികൾ കൂടാതെ കഴിയില്ലല്ലോ. അതിനായിട്ട് പണിയെടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് പറയണത്. ശരീരത്തിൽ ആത്മാവ് എന്നുള്ള ബുദ്ധി വിവേകികൾക്ക് ഉണ്ടാവില്ല. ശരീരം സുഖദുഃഖാനാം ഭോഗായതനം ഉച്ചതേ. ദേഹം ജന്മാന്തര കർമ്മം അനുസരിച്ചുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള വീടാണ്. അതുകൊണ്ട് ശരീരരക്ഷയ്ക്ക് വേണ്ടുന്ന പദാർത്ഥങ്ങൾ കൊണ്ടുവന്നു കൊടുക്കാൻ പ്രാരബ്ധം നാഥനായിരിക്കുന്നതിനാൽ അതിനായുള്ള പരിശ്രമമൊന്നും ആവശ്യമില്ല എന്ന ധൈര്യം വിവേക ലക്ഷണാണ്. ഇങ്ങനെ വിവേകമുള്ള യോഗി ഇന്ന വിധം ഭക്ഷണം ഇത്രത്തോളം കിട്ടണം എന്നൊന്നും സങ്കല്പിക്കില്ല. എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. പ്രാരബ്ധം നശിക്കുന്നത് വരെ ശരീരം നിലനിൽക്കും. അല്പമോ അധികമോ സ്വാദോടുകൂടിയതോ അല്ലാത്തതോ ഏതോ വിധത്തിലുള്ള ഭക്ഷണം എപ്പോ സമീപത്ത് വന്നു ചേരുന്നുവോ അപ്പോൾ അത് അനുഭവിച്ചു കൊള്ളണം. അതിനുവേണ്ടി മനസ്സിരുത്തി പരിശ്രമിക്കേണ്ടതില്ല. അജഗരം ആണ് ഇതിന് ദൃഷ്ടാന്തം. അജഗരം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് അങ്ങനെ കിടക്കും, അയാൾ ഭക്ഷണം അന്വേഷിച്ച് പോവുകയൊന്നുമില്ല. അപ്പൊ ആരെങ്കിലും അടുത്ത് വരികയാണെങ്കിൽ അതിനെ പിടിച്ചങ്ങോട്ട് വിഴുങ്ങും. അതാണ്
പെരുമ്പാവിന്റെ. ആ പെരുമ്പാവിൽ നിന്നാണ് ഇത് പഠിച്ചത് എന്ന് പറയുന്നു. ശൈതാഹാനി ഭൂരീണി നിരാഹാരോനുപക്രമ യതി നോപനമേൽ ഗ്രാസോ മഹാഹിരിവ ദിഷ്ടപുക്ക്. അജഗരം എന്ന പാമ്പിന്റെ അരികത്ത് ഭക്ഷണം വന്നു ചേരുമ്പോൾ മാത്രം അത് ഭക്ഷിക്കും, അല്ലാത്തപ്പോ പട്ടിണി കിടക്കും. ഇതുപോലെ സ്വപ്രയത്നം കൂടാതെ ഭക്ഷണം സിദ്ധിക്കുന്ന കാലം വരെ കിടക്കണം. അതിനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പട്ടിണി കിടക്കുന്ന സമയത്തിലും സൂക്ഷ്മമായ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതെന്തെന്നാൽ ഭക്ഷണമില്ലാത്തതിനാലുള്ള ദുഃഖത്തെ അനുഭവിക്കേണ്ടതായ ആ കർമ്മഫലം അനുഭവിച്ചു കഴിക്കുകയാണ് അപ്പോഴത്തെ പ്രവൃത്തി. ഇതാണ് ആ സമയത്തുള്ള ഭക്ഷണം. അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ദേഹം നശിക്കില്ല എന്ന് അജഗരത്തിൽ നിന്ന് പഠിക്കാം. ഇപ്പോ സിദ്ധിച്ചിരിക്കുന്ന ശരീരം പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമാണ്. ഇനിയും ശരീരം ഉണ്ടായി വരത്തക്ക വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹമില്ല, അത് ചെയ്യില്ല എന്നുറച്ച് ഈ ശരീരത്തെ നിർവഹിക്കാനുള്ള അധികാരിയായ പ്രാരബ്ധത്തിനായിട്ട് ഈ ദേഹം സമർപ്പിക്കണം എന്നാണ് പെരുമ്പാമ്പിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഓജസ്സഹോബലയുധം ബിഭ്രൽ ദേഹമകർമ്മകം ശയാനോ വീത നിദ്രശ്ച നേഹേതേന്ദ്രിയവാനപി. പ്രവർത്തിക്കാൻ ശക്തിയും സാമർഥ്യവും ഉണ്ടെങ്കിലും പിന്നെ എന്തിനാ ഇങ്ങനെ കിടക്കണേ എന്ന് തന്നെ കിടക്കണം എന്നുള്ള ശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കിടക്കണം എന്ന് തന്നെയാ സമാധാനം പറയണത്. ഇന്ദ്രിയങ്ങളുടെ സാമർഥ്യമാകുന്ന ഓജസ്സും മനഃശക്തിയാകുന്ന സഹനവും പ്രവർത്തിക്കാനുള്ള സാമർഥ്യമാകുന്ന ബലവും ഉള്ള ദേഹമുണ്ടെന്നിരിക്കലും ദേഹപോഷണത്തിനായിട്ടുള്ള പ്രവൃത്തിയിലും വിഷയസുഖം അനുഭവിക്കണം എന്നുള്ള വിചാരത്തിലും ഉറങ്ങിയവനു തുല്യമായും ആത്മധ്യാനത്തിൽ അതിജാഗരൂകനായും ഇരിക്കണം. നേത്രാദി ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു കോട്ടവുമില്ലാതെ അവരവരുടെ പ്രവൃത്തികൾ നടത്താൻ ശക്തിയുണ്ടെങ്കിലും ഭക്ഷണം തരാനായി വല്ലവരും വരുന്നുണ്ടോ എന്ന് നോക്കുകൂടി ചെയ്യരുത്. ഇങ്ങനെ ദേഹഭാവന തീരെ മറന്ന് ആത്മധ്യാനം ചെയ്തുകൊണ്ടിരിക്കണം യോഗി എന്ന് ഞാൻ അജഗരത്തിൽ നിന്ന് പഠിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.